വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണ യോഗവും നടത്തി. ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്തു. എല്ലാവർക്കും അറിയാം, വി.എസിന്റെ പ്രസംഗം ഏറ്റവും ചെറിയ 3 വയസ്സായ കുട്ടികളുടെ മനസ്സിൽ വരെ അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ കലയാണ് പ്രസംഗം. അദ്ദേഹത്തിന്റെ ആക്ഷനും കാര്യങ്ങളും ഒരു ബന്ധവും രാഷ്ട്രീയവും ഇല്ലാത്ത 3 വയസ്സ് മുതൽ അല്ല അതിനും കുറവ് ബന്ധമുള്ള കുട്ടികളുടെ മനസ്സിൽ പോലും വി.എസ് നിൽക്കുന്നതാണ്. ഇന്നലെ നമ്മൾ വാർത്താമാധ്യമങ്ങൾ തുറന്നു നിൽക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ കണ്ണേ കരളെ വി.എസ്, ഞങ്ങളെ ചങ്കിലെ റോസാപ്പൂവ് എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് അധികമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അത് വിളിച്ചു പറയുന്നത്. ആ എല്ലാ പാർട്ടിക്കാരുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, അതോടൊക്കെ എല്ലാം കേരളത്തിലെ ജനങ്ങളുടെ, കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ വി.എസിന് സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. വിജയൻ ഞാനിവിടെ വരുമ്പോൾ വിജയൻ സൂചിപ്പിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ത്യാഗങ്ങൾ അനുഭവിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി, നാടിനു വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചതിൻ്റെ കഥകൾ ഇവിടെ പറയുന്ന രീതിയിലാണ്. നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനടക്കം വിദ്യാഭ്യാസം അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇന്നലെയാണ് സത്യത്തിൽ 7ാം ക്ലാസ്സുകാരനായ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രിയായി രാജ്യം ഭരിച്ചത്, പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ തിളങ്ങിയതെന്നൊക്കെ അത്ഭുതമാണ്. എനിക്കതിന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത സാഹചര്യം, ചിന്തിക്കാൻ പോലും കഴിയും. പിന്നെ ഏറ്റവും നമുക്കൊക്കെ രാഷ്ട്രീയപരമായി പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ലൈനിൻ്റെ മുകളിലാണ് കേരളത്തിൽ ഇന്ന് ഈ ഒരു ജീവിതമാർഗങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിന് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനമാണ് ഉള്ളത്. പി. വിജയൻ സ്വാഗതം പറഞ്ഞ അനുസ്മരണ പരിപാടിയിൽ വി. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പി. നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പി. യൂസഫ് അലി, P.T. ഖാദർ, സുമേഷ് P, പ്രസാദ് പടിഞ്ഞാറക്കര തുടങ്ങി പ്രമുഖ നേതാക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം വരെയും ഇനിയുള്ള നാളുകളിലും എന്നും ഓർക്കുവാനുള്ള ഒരുപാട് ഓർമ്മകളും പ്രതീക്ഷകളും സപ്പോർട്ടുകളും നൽകി നമ്മളെ വിട്ടുപിരിഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ അനുശോചന യോഗമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഈ ഒരു അവസരത്തിൽ ഇതിനധ്യക്ഷം വഹിച്ച പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ്, അതുപോലെ തന്നെ വി.എസ്. അച്യുതാനന്ദൻ്റെ ജീവിത ചരിത്രവും സമര പോരാട്ടങ്ങളും ചുരുങ്ങിയ വാക്കുകളിലൂടെ വലിയ ഓർമ്മകൾ പകർന്ന നമ്മുടെ MLA, അതുപോലെ തന്നെ ഈ അനുശോചന ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻനിര പോരാളികളായിട്ടുള്ള ആളുകൾ, ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ, അദ്ദേഹത്തെ എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ജനിച്ച ഒരു വ്യക്തി ഒരു 90-95 വയസ്സ് പ്രായം വരെ അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും പത്ര മാധ്യമങ്ങളും അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഒരു അമ്പരപ്പാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു പൊതുപ്രവർത്തകൻ ഏതു തരത്തിലാകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു അർത്ഥത്തിലും ചിന്തിക്കാതെ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുണ്ടെങ്കിലും പൊതുമണ്ഡലങ്ങളിൽ സമൂഹ ജീവിതത്തിൽ പാവപ്പെട്ട ആളുകൾക്കും സാധാരണക്കാർക്കും പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ എത്രമാത്രം ഞാനൊക്കെ മനസ്സിലാക്കിയതിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഒരു 100 മടങ്ങ് അദ്ദേഹം ജീവിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ആദരമർപ്പിക്കുന്ന ഇത്തരമൊരു വേദിയിൽ ഇന്നലെയാണെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന് ആദരമർപ്പിക്കുവാൻ എനിക്കും സാധിച്ചതിൽ അതിയായ അദ്ദേഹത്തോട് എനിക്കിഷ്ടമുള്ളതിൻ്റെ ഭാഗമായി ഞാൻ കാണുകയാണ്. ഈ ഒരു അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന
ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ള വേദനയിലും ദുഃഖത്തിലും ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എളിയ പ്രവർത്തകനായ ഞാനും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. CNTV ചങ്ങരംകുളം.